Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BSc മലയാളത്തിൽ ഇന്ന് എടുക്കാൻ പോകുന്നത് 4ാമത്തെ മൊഡ്യൂള് ദൃശ്യകലാ സാഹിത്യത്തിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററോട് കൂടിയിട്ട് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷമൊക്കെ ക്ലാസ്സുകളൊക്കെ കേട്ടോളൂ കേട്ടോ. പിന്നെ അതേപോലെ ഇതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ എന്താണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ട്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് സെപ്പറേറ്റായി എടുത്തിട്ടുമുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 3 ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ചലച്ചിത്ര ഗാനം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഗാനമാണ്. 1972 സേതുമാധവൻ KT മുഹമ്മദ് ടീം ഒരുക്കിയ അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ എഴുതി G ദേവരാജൻ ഈണമിട്ട പ്രശസ്ത ഗാനമാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് തുടങ്ങുന്ന ഗാനം. ഇത് പാടിയിരിക്കുന്നത് യേശുദാസാണ്. മനുഷ്യ മനസ്സുകളെ പലതായി വിഭജിക്കുന്ന മതങ്ങളുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്ന ഈ ഗാനം പ്രബലമായിട്ടുള്ള മാനവികതാ ബോധത്തിൽ അധിഷ്ഠിതമായിട്ടാണ് രചിച്ചിട്ടുള്ളത്. മതത്തിനും ദൈവത്തിനും അപ്പുറം ശാസ്ത്രത്തെ പ്രതിഷ്ഠിക്കാനും മനുഷ്യന്റെ കരുത്തിൽ വിശ്വാസമർപ്പിക്കാനുമാണ് കവി ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. മനുഷ്യ കേന്ദ്രീകൃതമായിരുന്നു അന്നത്തെ പ്രപഞ്ചബോധം എന്ന് പറയുന്നത്. മതങ്ങളുടെ സഹവർത്തിത്വം എന്നതിനപ്പുറമായിട്ട് മതം തന്നെ അനാവശ്യമാണ് എന്നൊരാശയത്തിലേക്കാണ് ഈ ഗാനം സഞ്ചരിക്കുന്നത്. മനുഷ്യൻ മതങ്ങളെയും ആ മതങ്ങൾ പിന്നീട് ദൈവങ്ങളെയും സൃഷ്ടിച്ചു. ഇവ മൂന്നും ചേർന്ന് മണ്ണും മനസ്സും പങ്കുവെച്ചു. ഇങ്ങനെ ചെയ്യുന്ന സാമൂഹ്യ അവസ്ഥയാണ് ചലച്ചിത്രത്തിൻ്റെ പൊതുപ്രമേയം എന്ന് പറയുന്നത്. പല മതങ്ങളായി പിരിഞ്ഞ് മനുഷ്യൻ പോരടിക്കുമ്പോൾ ദൈവം മരിക്കുകയും ചെകുത്താൻ വിജയിക്കുകയുമാണ് ചെയ്യുന്നത്. സത്യവും സൗന്ദര്യവും സ്വാതന്ത്ര്യവും രക്തബന്ധങ്ങളും സ്നേഹവുമൊക്കെയാണ് മനുഷ്യനും ദൈവത്തിനും ഒപ്പം മരിച്ചു വീഴുന്നത്. മതം ഏതായാലും ശരി, മനുഷ്യൻ ഒന്നാണെന്ന ശാസ്ത്രബോധമാണ് രക്തബന്ധം എന്ന വാക്കിൽ പ്രധാനമായിട്ടും സ്ഫുരിക്കുന്നത്. പല മതസാരവുമേകം, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി തുടങ്ങിയ ഗുരുവചനങ്ങളുടെ സ്വാധീനം കൂടി ഈ ഒരു ഗാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി വയലാറിനെ കുറിച്ചാണ് പറയുന്നത്. വയലാർ എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും ജനപ്രിയനായ ഗാനരചയിതാവും കവിയുമാണ്. കുട്ടിക്കാലത്ത് തന്നെ കവിതകൾ എഴുതി തുടങ്ങി. ഗുരുകുല സമ്പ്രദായത്തിലാണ് സംസ്കൃതം പഠിച്ചത്. ആദ്യത്തെ കവിതാ സമാഹാരം പാദമുദ്രകൾ 1948 പുറത്തു വന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി കൊന്തയും പൂണൂലും, എനിക്ക് മരണമില്ല, ഒരു ജൂഡാസ് ജനിക്കുന്നു, എൻ്റെ മാറ്റൊലി കവിതകൾ തുടങ്ങി നിരവധി കവിതാ സമാഹാരങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആയിഷ ഖണ്ഡകാവ്യമാണ്. കൂടെപ്പിറപ്പ് എന്ന ചിത്രത്തിൽ K രാഘവൻ മാഷിൻ്റെ സംഗീതത്തിൽ 10 ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തിയത്. 250-ലേറെ ചിത്രങ്ങളിലായി 1300ഓളം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. നാടക ഗാനങ്ങൾ വേറെയുമുണ്ട്. 1959 പുറത്തിറങ്ങിയ ചതുരംഗം എന്ന ചലച്ചിത്രത്തിൽ ആരംഭിച്ച വയലാർ ദേവരാജൻ കൂട്ടുകെട്ട് 130-ലധികം ചിത്രങ്ങളിലായി 750ഓളം ഗാനങ്ങൾ സൃഷ്ടിച്ചു. സംസ്കൃത ബഹുലമായ നിരവധി ഗാനങ്ങൾ വയലാർ എഴുതിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിപ്ലവ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും നാടോടി ഗാനങ്ങളും പ്രണയഗാനങ്ങളും തത്വചിന്താപരമായ ഗാനങ്ങളും അദ്ദേഹം എഴുതി. 1961 സർഗസംഗീതത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനത്തിന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭ്യമായി. 4 തവണ അദ്ദേഹം സംസ്ഥാന പുരസ്കാരം നേടി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ദേവരാജൻ മാസ്റ്ററെ കുറിച്ചാണ്. കുട്ടിക്കാലത്ത് തന്നെ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയ പരവൂർ G ദേവരാജൻ എന്ന ദേവരാജൻ മാസ്റ്റർ നാടക ഗാനങ്ങളിലൂടെയാണ് മലയാള സംഗീത സംവിധാന രംഗത്ത് ചുവടുറപ്പിക്കുന്നത്. 1955 കാലം മാറുന്നു എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് എത്തി. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾക്കും ഗാനങ്ങൾക്കും ഒന്നിച്ചൊരു ജോഡിയാണ് വയലാർ ദേവരാജൻ ടീം എന്ന് പറയുന്നത്. ഗാനങ്ങളിലെ കവിതയ്ക്കും അർത്ഥത്തിനും ഇണങ്ങുന്ന വിധത്തിൽ ഈണം നൽകണമെന്ന നിർബന്ധ ബുദ്ധി ദേവരാജൻ മാസ്റ്റർക്കുണ്ട്. യേശുദാസ്, P സുശീല, P മാധുരി, P ജയചന്ദ്രൻ ഇവരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്. 130-ലധികം പാട്ടുകാരെ കൊണ്ട് അദ്ദേഹം പാടിപ്പിച്ചിട്ടുണ്ട്.
പിൽക്കാലത്ത് സംഗീത സംവിധായകരായിട്ട് മാറിയിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള വിദ്യാസാഗർ, ഔസേപ്പച്ചൻ, AR റഹ്മാൻ തുടങ്ങിയവരൊക്കെ ദേവരാജൻ മാസ്റ്റർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള സംഗീത സംവിധായകന്മാരാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച സംഗീത സംവിധായകൻ കൂടിയാണ് ദേവരാജൻ മാസ്റ്റർ. 340-ലധികം ചിത്രങ്ങളിൽ നിന്ന് 1700ഓളം ഗാനങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 5 തവണ സംസ്ഥാന പുരസ്കാരം നേടി. 1999 സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ അവാർഡ് ലഭ്യമായി. അതുപോലെ തന്നെ കേരള സംസ്ഥാന അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഗാനം എന്താണെന്ന് നോക്കാം. 5 ശരങ്ങളും പോരാതെ മന്മഥൻ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. 1994 MT ഹരിഹരൻ ടീം ഒരുക്കിയ പരിണയം എന്ന ചിത്രത്തിലെ ഗാനമാണ് 5 ശരങ്ങളും പോരാതെ മന്മഥൻ എന്ന് തുടങ്ങുന്ന ഗാനം. രചന യൂസഫലി കേച്ചേരി, സംഗീതം ബോംബെ രവി, പാടിയത് യേശുദാസ് ആണ്. താത്രിക്കുട്ടിയുടെ സ്മാർത്ത വിചാരം എന്ന ചരിത്ര കഥയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചലച്ചിത്രമാണ് പരിണയം എന്ന് പറയുന്നത്. ചെറുപ്പത്തിൽ തന്നെ വിധവയായ ഉണ്ണിമായ എന്ന നമ്പൂതിരി സ്ത്രീയിൽ ആരോപിക്കപ്പെടുന്ന ചാരിത്രഭ്രംശവും വിചാരണയുമാണ് പ്രമേയം. മാധവൻ എന്ന കഥകളി നടനിൽ അനുരക്തയാവുന്ന ഉണ്ണിമായയുടെ സൗന്ദര്യം വർണ്ണിക്കുന്ന മട്ടിലാണ് ഈ ഗാനം രചിച്ചിരിക്കുന്നത്. അശരീരിയായും മാധവൻ പാടുന്നതായാണ് ചിത്രീകരണം. മനുഷ്യനായി പോലും പരിഗണന ലഭിക്കാതെ അകത്തളങ്ങളിൽ അടയ്ക്കപ്പെട്ട ഒരു വിധവയായ അന്തർജനത്തിന് താൻ ഒരു ദുശകുനമല്ല, മജ്ജയും മാംസവുമുള്ള സ്ത്രീയാണെന്ന ആത്മബോധം ഉണ്ടാക്കുന്നു എന്ന ധർമ്മം കൂടി ഈ ഒരു പാട്ടിനുണ്ട്. കേവലം ഒരു സൗന്ദര്യ വർണ്ണന എന്നതിനപ്പുറം 5 ശരങ്ങളും പോരാതെ നിന്റെ ചിരിയെ കാമദേവൻ ആയുധമാക്കുന്നു. 7 സ്വരങ്ങളും പോരാതെ വന്ന ഗന്ധർവ ഗായകൻ നിന്റെ മൊഴി പഠിച്ചെടുക്കുന്നു. മാറ്റു പോരാതെ സ്വർണം നിന്റെ കവിൾ നിറവും, നിറം പോരാതെ മഴവില്ല് നിന്റെ കാന്തിയും കൊതിക്കുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തെയാണ് കവി ഇവിടെ പ്രണയകർത്തൃത്വം നൽകിയിട്ട് സ്വതന്ത്ര വ്യക്തിയാക്കി മാറ്റുന്നത്. ഇനി നമുക്ക് യൂസഫലി കേച്ചേരിയെ കുറിച്ച് മനസ്സിലാക്കാം. കവി, ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനാണ് യൂസഫലി കേച്ചേരി. 1962 രാമു കരിയാട്ടിൻ്റെ മൂടുപടം എന്ന ചിത്രത്തിൽ ഗാനങ്ങൾ എഴുതിയിട്ടാണ് ഗാനരചന രംഗത്തേക്ക് അദ്ദേഹം കടന്നു വന്നത്. അങ്ങനെയാണ് അദ്ദേഹം 200-ലധികം മലയാള സിനിമകൾക്ക് പാട്ട് എഴുതിയത്. KP നാരായണ പിഷാരടിയിൽ നിന്ന് സംസ്കൃതം പഠിച്ച യൂസഫലിയുടെ ജാനകി ജാനെ എന്ന സംസ്കൃത ഗാനം സിനിമാ ചരിത്രത്തിൽ ഒരു അപൂർവത തന്നെയാണ്. നീലത്താമര, വനദേവത, മരം എന്നീ ചിത്രങ്ങളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്തു. അതുപോലെ തന്നെ വള്ളത്തോൾ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, ബാലാമണിയമ്മ പുരസ്കാരം, ദേശീയ പുരസ്കാരങ്ങൾ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമുണ്ട്. ഇനി പറയാൻ പോകുന്നത് ബോംബെ രവിയെ കുറിച്ചാണ്. ബോംബെ രവി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുഴുവനായിട്ടുള്ള നാമം എന്ന് പറയുന്നത് രവിശങ്കർ ശർമ്മ എന്നാണ്. ഹരിഹരൻ്റെ സിനിമകളിൽ ഗാനങ്ങൾ ഒരുക്കിയാണ് മലയാളത്തിൽ അദ്ദേഹം ശ്രദ്ധേയനാവുന്നത്. 1952 ഹേമന്ത് കുമാറിൻ്റെ വന്ദേമാതരം എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് എത്തി. നീണ്ട ഇടവേളയ്ക്ക് ശേഷം 1982 നിക്കാഹ് എന്ന ഹിന്ദി ചലച്ചിത്രത്തിന് സംഗീതം പകർന്നുകൊണ്ട് പ്രൊഫഷണൽ സംഗീത മേഖലയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തി. ബോംബെ രവി എന്ന പേരിൽ സംഗീതമൊരുക്കി. നഖക്ഷതങ്ങളിലെ മഞ്ഞൾ പ്രസാദവും എന്ന് തുടങ്ങുന്ന ഗാനത്തിനും ഇന്ദുപുഷ്പം ചൂടി നിൽക്കും എന്ന് തുടങ്ങുന്ന ഗാനത്തിനും ചിത്രയ്ക്ക് 2 തവണ ദേശീയ അവാർഡ് നേടിക്കൊടുത്തത് ഇദ്ദേഹത്തിൻ്റെ സംഗീതത്തിലൂടെയാണ്. ഇനി പറയാൻ പോകുന്നത് അശുഭമംഗളകാരി എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. 2022 AD ഗിരീഷ് സംവിധാനം ചെയ്ത സൂപ്പർ ശരണ്യ എന്ന ചിത്രത്തിന് സുഹൈൽ കോയ എഴുതി ജസ്റ്റിൻ വർഗീസ് ഈണമിട്ട ഒരു ഗാനമാണ്. ഒരു വണ്ട് തിന്ന പൂവൊരുത്തി എന്നാരംഭിക്കുന്ന അശുഭമംഗളകാരി. ഇത് പാടിയത് മീര ജോണി, ശരത്ത് ചേട്ടൻപടി. ഇതിനകത്തുള്ള റാപ്പ് മ്യൂസിക് എഴുതി ആലപിച്ചത് ജെ മൈമ. ഇതിലെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട്ടെ ഒരു ഗ്രാമത്തിൽ നിന്ന് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെത്തിയ ശരണ്യയുടെ കോളേജ് ജീവിതവും ഹോസ്റ്റൽ ജീവിതവും ചിത്രീകരിക്കുന്നതിന് പശ്ചാത്തലമായിട്ടാണ് ഈ ഗാനം കൊടുത്തിരിക്കുന്നത്. അശുഭമംഗളകാരി എന്ന നിരർത്ഥക സമസ്ത പദം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിലെ വിരസമായ ദൈനംദിന സംഭവങ്ങളാണ് പശ്ചാത്തലത്തിൽ കൊടുത്തിരിക്കുന്നത്. ഗാനത്തിൻ്റെ വരികളിലും ഒരു അസംബന്ധ സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത നിത്യജീവിതത്തിലെ അറുപോറൻ നിമിഷങ്ങൾക്ക് പശ്ചാത്തലമാകുന്നു ഇതിലെ ശകാരങ്ങൾ.
ഒരു വണ്ട് തിന്ന പൂവൊരുത്തി, തണ്ടൊടിഞ്ഞ ചെമ്പരത്തി എന്നൊക്കെ തുടങ്ങുന്ന ഈ ഒരു ഗാനം നായികയുടെ അവസ്ഥയാണ് വിശേഷിപ്പിക്കുന്നത്. കഥയിലെ ചെറു സംഭാഷണങ്ങൾ വരുന്നിടത്ത് പശ്ചാത്തലത്തിലാണ് പാട്ട്. പാട്ടിന് വേണ്ടി നീക്കിവെക്കപ്പെട്ട രംഗങ്ങളെല്ലാം മിക്കതും എന്ന് നമുക്ക് അർത്ഥമാക്കാം. ഇനി പറയാൻ പോകുന്നത് സുഹൈൽ കോയയെ കുറിച്ചാണ്. അപ്പം അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ്. മോസയിലെ കുതിരമീനുകൾ എന്ന സിനിമയിൽ ഗാനരചന നിർവഹിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, ജോ ആൻഡ് ജോ തുടങ്ങിയിട്ട് 10ലേറെ സിനിമകളിൽ ഗാനരചന നിർവഹിച്ചു. സൂപ്പർ ശരണ്യയിൽ സുഹൈൽ ഒരു ഗാനം ആലപിച്ചിട്ടുമുണ്ട്. ഇനി പറയുന്നത് ജസ്റ്റിൻ വർഗീസ്. ലൗഡ് സ്പീക്കർ എന്ന ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതത്തിൽ പ്രോഗ്രാമറായിട്ട് ചലച്ചിത്ര രംഗത്തേക്ക് എത്തിയെങ്കിലും ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സംഗീത സംവിധായകനാവുന്നത്. കൂടാതെ തണ്ണീർമത്തൻ ദിനങ്ങൾ, അജഗജാന്തരം തുടങ്ങി ശ്രദ്ധേയമായ സിനിമകളിൽ പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഒരുക്കി. 2021 മികച്ച പശ്ചാത്തല സംഗീതത്തിനും 2023 മികച്ച സംഗീത സംവിധായകനുമുള്ള സംസ്ഥാന പുരസ്കാരം നേടി. 2 ഹിന്ദി ചിത്രങ്ങൾക്കും പശ്ചാത്തല സംഗീതം ഒരുക്കിയിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ, ഓരോ ഗാനത്തിൻ്റെയും കഥ എന്താണ്, അത് എഴുതിയവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നല്ലോണം വായിച്ചിട്ട് പോവുക. ചിലപ്പോൾ ഇതൊന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ഓൾറെഡി ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ PDF ആയിട്ട് ഞാൻ ടെലഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ അത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എക്സാമൊക്കെ നന്നായിട്ട് എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.